പാഠം 744. ചില തകിടം മറിച്ചിലുകൾ. ഹലോ, അതെ സത്യഭാമയാണ്. ആ സത്യപാല, ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ഇന്ന് ഞാൻ ലീവാ. വിദ്യയെ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ. അതെ, എന്നോട് ലോ കോളേജിൽ പഠിച്ച സുമകലയുടെ വീടിന്റെ പാലുകാച്ചല. ഞാനും മോഹനേട്ടൻ കൂടി ഒരു 11 മണിയാകുമ്പോഴേക്കും പോവും. മോഹനേട്ടൻ കൂടെ വരുന്നുണ്ട്. അതല്ലേ വലിയ തമാശ. ഒരിക്കലും ഒരു പരിപാടിക്കും കൂടെ വരാത്ത മോഹനേട്ടൻ ഇന്നത് സമ്മതിച്ചു. അതെ അതെ, സത്യം പറഞ്ഞ ഞാൻ ഭയങ്കര സന്തോഷത്തിലായിപ്പോ. ശരി, നാളെ കാണാം. മോഹനേട്ടാ, വക്കീലാഫീസ് സത്യവാലനായിരുന്നു. സുമംഗലയുടെ വീടിന്റെ പാലുകാച്ചലിലും മോഹനേട്ടൻ എന്റെ കൂടെ വരുന്നു പറഞ്ഞിട്ട് ഒരാളും വിശ്വസിക്കുന്നില്ലെന്ന്. മോഹനേട്ടൻ അങ്ങനെയൊന്നും വരുന്ന ഒരാളല്ലല്ലോ. അതാണ് എല്ലാവർക്കും അതിശയം. ഇത്തവണ ഞാൻ വരുന്നത് സന്തോഷം കൊണ്ടൊന്നുമല്ലല്ലോ, എന്റെ നിവൃത്തിയോടെ സമ്മതിച്ച. പക്ഷെ അങ്ങനെ കഷ്ടപ്പെട്ട് സമ്മതിച്ചാണെന്നൊന്നും ഞാൻ ആരോടും പറയാൻ പോണില്ല. എല്ലാരും കരുതിയിരിക്കുന്നത് മോഹനേട്ടന്റെ സ്വഭാവം അങ്ങ് നന്നായിന്നാ. ഇന്നൊരു പാലുകാച്ചലിന് മോഹനേട്ടൻ എന്നോട് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത 2 കൊല്ലത്തേക്ക് എനിക്ക് പറഞ്ഞു നിൽക്കാൻ ഒരു കാരണമായി. സാധാരണ എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും മോഹനർഷം വന്നില്ലേ ഭാബേ, മോഹനർഷം വന്നില്ലേ, വില്ലേജ് ഓഫീസർക്ക് ഇത്രയ്ക്ക് തിരക്കാണോ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കാറുള്ളത്. ഇന്നെന്തായാലും സുമംഗലയുടെ വീട്ടിൽ ഞാനൊരു കലക്കും. കലക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഏതെങ്കിലും വായി നോക്കി വന്ന് അവിടെ വെച്ച് എന്നോട് മെക്കിട്ട് കയറാൻ വന്നാ എന്റെ സ്വഭാവം മാറും. അതുപോലെ കള്ളു കുടിച്ച് ഏതെങ്കിലും ഒരാൾ എന്നോട് സംസാരിക്കാൻ വന്നാ ഞാൻ അറിയാൻ പോകും. എന്താണ് മോഹനേട്ടി പറയുന്നത്? 10,000 പേര് വരുന്ന ഒരു പരിപാടിയല്ലേ. അവിടെ കള്ളു കുടിക്കുന്നവരുണ്ടാവും, കള്ളു കുടിക്കാത്തവരുണ്ടാവും. അതൊന്നും നമ്മുടെ പ്രശ്നമല്ലല്ലോ. ആരേലും കള്ളു കുടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ മോഹനേട്ടൻ അത് മൈൻഡ് ചെയ്തായിരുന്ന പോരെ. എന്റെ അടുത്ത് സംസാരിക്കാൻ വരുന്നവർ മാന്യമായിട്ടല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. LLB എങ്ങനെയെങ്കിലും പാസ്സായി കോട്ടും തൂക്കിയിട്ട് തെക്ക് വടക്ക് നടക്കുന്ന ഒരു സാധാ വൈക്കോലല്ലേ. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഓഫീസറാണ് മോഹനേട്ടൻ. ആ അന്തസ് ഞാൻ കാണിക്കും. അതുപോലെ ആ ബഹുമാനം എന്നോടും കാണിക്കണം. ഇതൊരു നടക്കി പോകൂല. ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് പാലുകാച്ചൽ വരാന്ന് മോഹനേട്ടൻ സമ്മതിച്ചെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ അതിന്റെ പേരിൽ സുമംഗലയുടെ വീട്ടിൽ വെച്ച് എനിക്കെന്തേലും പ്രശ്നം ഉണ്ടാക്കാനാണ് മോഹനേട്ടന്റെ പരിപാടിയെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടുള്ള വരവ് ഒറ്റയ്ക്കായിരിക്കും. ഞാൻ എന്റെ പാട്ടിന് പോവും. നീ ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. സുമംഗല നിന്റെ കൂട്ടുകാരിയാണ്. നിന്റെ കൂട്ടുകാരുടെ വീടിന്റെ പാലുകാച്ചിന് നീ മാത്രം അങ്ങ് പോയാൽ മതിയായിരുന്നല്ലോ. എന്നാലും നിന്റെ നിർബന്ധം കാരണം ഞാനും കൂടെ വരുന്നു. അങ്ങനെ വരുമ്പോ എനിക്കൊരു പ്രയാസം ഉണ്ടാകാതെ നോക്കേണ്ട ആരാ? നീയാണ്. ഞാൻ കാരണം മോഹനേട്ടൻ ഒരു പ്രയാസം ഉണ്ടാവില്ലല്ലോ. പിന്നെ ആഘോഷം നടക്കുന്ന വീട്ടിൽ ആരും കള്ളു കുടിക്കാൻ പാടില്ല, കള്ളു കുടിച്ചവരാരും മോഹനേട്ടൻ മിണ്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രയാസം ഉണ്ടാക്കും. മോഹനേട്ടൻ റോഡിലൂടെ നടന്നു പോകുമ്പോ കള്ളു കുടിച്ച ഒരാൾ മുന്നിൽ വന്ന് വിട്ടിട്ടുണ്ടെങ്കിലോ അതപ്പോ മോഹനേട്ടൻ പ്രയാസം ഉണ്ടാക്കില്ലേ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാക്കി നമുക്ക് അവിടെ വെച്ച് കാണാം. ഒടുവിൽ മോഹനേട്ടൻ മര്യാദകൾ കാണിച്ചു, മോഹനേട്ടൻ എന്റെ മാനം കളഞ്ഞു എന്നൊന്നും പറയുന്നു. മോഹനേട്ടന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിവാകുക. പാലുകാച്ചൽ നടക്കുന്ന വീട്ടിൽ വന്ന് അലമുണ്ടാക്കും എന്ന് പറയുമ്പോ ഞാൻ അങ്ങ് പേടിച്ച് മോഹനേട്ടൻ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറയും എന്നാണല്ലോ മോഹനേട്ടൻ പ്രതീക്ഷ. ആ പ്രതീക്ഷ നടക്കാനേ പോകുന്നില്ല. അവിടെ വന്ന് മാന്യമല്ലാതെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ നാണക്കേട് മോഹനേട്ടൻ തന്നെയായിരിക്കും. ഞാൻ മാന്യമായിട്ടല്ലാതെ ആരോടും പെരുമാറാറില്ല. അതുകൊണ്ട് എല്ലാവരും എന്നോടും മാന്യമായിട്ട് പെരുമാറണമെന്നേ ഞാൻ പറഞ്ഞോളൂ. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. അപ്പൊ ഇന്ന് സുമംഗലയുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നടക്കും. നടക്കട്ടെ, ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഉത്തമനാണല്ലോ. അയ്യോ, ആ രാമൻകുട്ടിയുടെ ഒരു അപേക്ഷ തയ്യാറാക്കാനുണ്ടായിരുന്നു, ഞാനത് മറന്നുപോയി. അങ്ങനെയാണെങ്കിൽ ബാലജന് വരാം. ശരി, ഇനി പാലുകാച്ചലിന് വന്നില്ലെങ്കിൽ സുമയുടെ എൻഗേജ്മെന്റിന് മോഹനേട്ടൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. അതോർത്താ നല്ലത്. ചുരുക്കി പറഞ്ഞ വക്കീല് മോഹനയുടെ സാറിനെ കുടുക്കി പിടിച്ചു എന്ന് വേണം പറയാൻ. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മോഹനേട്ടനോട് ഇങ്ങനെ ഒരു ചടങ്ങിന് പോകണമെന്നുള്ളത്. അതെന്തായാലും ഇങ്ങനെ നടന്നു. ഭാഗ്യം. ഗതികേട് കൊണ്ടാണ് സമ്മതിച്ചെങ്കിലും എങ്ങനെയെങ്കിലും സംഗതി പൊളിക്കാനുള്ള വഴി ആലോചിച്ചോണ്ടിരിക്കുകയാണ് സാർ. പാലുകാച്ചലും ചെല്ലുമ്പോ അവിടെയുള്ള ആളുകൾ മോഹനേട്ടനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിന് ഒരു പെരുമാറ്റച്ചട്ടം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് സാറ്.
അതേതെങ്കിലും തെറ്റിച്ചിട്ട് വേണം അവിടെ വെച്ച് സാറിന് ബഹളം ഉണ്ടാക്കാൻ. ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ വിവരം അറിയുന്നു. അയ്യോ നമസ്കാരം സാർ. നമസ്കാരം. ഞാന് നമ്മുടെ രാമൻകുട്ടി ചേട്ടന്റെ ഒരു കാര്യത്തിന് വക്കീലിനെ കാണാൻ വേണ്ടി നമ്മുടെ അല്ലല്ല നമ്മുടെ തെക്കേലെ രാമൻകുട്ടി ചേട്ടൻ. ഉത്തമ ഒരു 15 മിനിറ്റേക്ക് ഞാൻ അപേക്ഷ എഴുതി തന്നു വിടാം. അത് ഇന്ന് തന്നെ കൊടുത്തില്ലെങ്കിൽ കാര്യം നടക്കില്ല. ഒരു വക്കീലിന്റെ കുഴപ്പം കൊണ്ട് സംഗതി കുളവായെന്നുള്ള ഒരു പരാതി ഉണ്ടാവരുതല്ലോ. സാറേ സാറ് ലീവ് എടുത്ത് പാലാച്ചിന് പോണെന്ന് വക്കീൽ പറഞ്ഞ്. നന്നായി സാറേ, ഇതൊക്കെ ജീവിതത്തിൽ ഒരു ഭാഗമല്ലേ. സാറിന് നടന്നിട്ട് ഇഷ്ടംപോലെ ലീവ് ബാക്കി കിടപ്പുണ്ട്. വക്കീലിന്റെ കൂടെ പാലുകാച്ചിന് പോകുമ്പോ വക്കീലിനും അതൊരു സന്തോഷമായിരിക്കും. ഇത്തരത്തിലുള്ള ചില പൊടിക്കൈകളല്ലേ സാറേ ദാമ്പത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം തന്നെ. ഉത്തമൻ ഇതുവരെ എത്ര കല്യാണം കഴിച്ചു? അല്ല അത് പിന്നെ ഈ കല്യാണം കഴിഞ്ഞ് 5-6 വർഷം കുടുംബമായിട്ട് ജീവിച്ച എന്നെ കല്യാണം കഴിക്കാത്ത ഉത്തമൻ വൈവാഹിക ജീവിതത്തിന്റെ അടിസ്ഥാനം പഠിപ്പിക്കണ്ട. അല്ല അതിപ്പോ എല്ലാ കാര്യങ്ങളും നമ്മള് അനുഭവത്തിൽ നിന്നല്ലല്ലോ സാറേ പഠിക്കുന്നത്. ഈ കിണറ്റി ചാടിയാ ചത്തുപോകും എന്ന് പറയുന്നത് നമ്മള് കിണറ്റി ചാടി നോക്കിയിട്ടല്ലല്ലോ സാറേ. ഒന്ന് ആലോചിച്ച് നോക്കിയാ ഈ വിവാഹ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരുമാതിരി കിണറ്റി പിടിച്ച് തള്ളിയിടുന്നതിന് തുല്യമല്ലേ. ഇന്ന് എന്നെ ബലമായി പാലുകാച്ചലിന് കൊണ്ടുപോകുന്നതിന്റെ ഫലം എന്ത് സാറേ? അവൾ അടുത്ത ഞായറാഴ്ച അറിയാൻ പോകുന്നേ ഉള്ളൂ. അതുവരെ ക്ഷമിക്കല്ലേ, വേറെ വഴിയില്ലാതെ പോയി. പോണില്ലേ? ഇവിടെ നിൽക്കാൻ പറഞ്ഞ ആ